നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റമാണ്. ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള സ്മാർട്ട് മൾട്ടിമീഡിയ ഡാഷ്ബോർഡ് കൺസോൾ ആണ്. ഇതിൽ ഡ്യുവൽ ക്യാമറ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കാരണം എന്റെ കാരണത്ത് ഇങ്ങനെയുള്ള ഒരു മൾട്ടിമീഡിയ കൺസോൾ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിയത്. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാർപ്ലേയിൽ നിന്ന് എനിക്ക് ഡിഫറന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേയോട് ചേർന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി നിങ്ങൾക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ഈ ഡിസ്പ്ലേയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് വെളിയിലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ അകത്ത് ഒരുപാട് അക്സസറീസ് ഉണ്ട്. അപ്പോൾ ഓരോ അക്സസറീസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡാഷ്ബോർഡ് കൺസോൾ ആണ്. അതായത് ഇതിന്റെ ബ്രാക്കറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. കാറിന്റെ വയറിംഗ് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് വെക്കാനുള്ള സ്പേസ് നമ്മൾ കാറിൽ ഉണ്ടാക്കിയെടുക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാഷ് ബോർഡിൽ തന്നെ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 9.3 ഇഞ്ചിന്റെ ഒരു ബിഗ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ബോക്സിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ IPS HD ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അടുത്ത ഒരു ചാർജിംഗ് അഡാപ്റ്റർ ആണ്. ഇത് നമ്മുടെ കാറിന്റെ സിഗരറ്റ് ലൈറ്റർ പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് പവർ എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അഡാപ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുകയോ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് സാധിക്കും. പലരും സിഗരറ്റ് ലൈറ്റർ പോർട്ടിലൂടെ ആയിരിക്കുമല്ലോ ഫോൺ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടി ഈ ഒരു അഡാപ്റ്റർ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോൺ ചാർജിങ്ങും മറ്റും നടക്കാതെ വരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു USB പോർട്ട് ഇതിൽ നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ബോക്സിൽ ഉണ്ടായിരുന്നത് റെയർ ക്യാമറയാണ്. നമ്മുടെ വാഹനത്തിന്റെ ബാക്ക് സൈഡ് വരെ എത്താൻ തക്ക ലെങ്ത് ഉള്ള ഒരു കേബിളും ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം 2 സ്ക്രൂസും ഒരു 3M സ്റ്റിക്കറും കിട്ടിയിട്ടുണ്ട്. അതായത് ക്യാമറ ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. അടുത്തത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓക്സ് കേബിൾ ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ ഡിസ്പ്ലേ കണക്ട് ചെയ്യാനായിട്ടുള്ള 2 ബ്രാക്കറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഒരെണ്ണം സെക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രാക്കറ്റ് ആണ്. ഇത് നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഹൈറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. ലെങ്ത് കൂട്ടണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ തിരിച്ചുകൊണ്ട് നമുക്ക് ലെങ്ത് കൂട്ടാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ഈ ഒരു ബ്രാക്കറ്റും നമുക്ക് ഏത് സൈഡിലേക്കും തിരിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിലും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ഒരു സിസ്റ്റം അതിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് കയറി വീഴുകയും പിന്നെ ഇത് ഊരി പോകത്തൊന്നുമില്ല. പിന്നെ ആവശ്യമുള്ളപ്പോൾ പിന്നെ വലിച്ച് നമ്മളിത് ഊരേണ്ടതായിട്ട് വരും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറിന്റെ ഗ്ലാസ്സിലൊക്കെ വാക്വം ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഡാഷ്ബോർഡിൽ മാത്രം വെക്കാൻ പറ്റുന്ന മറ്റൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഇത് നമുക്ക് ലെങ്ത് ഇതിന്റെ ഫ്രണ്ട് സൈഡിലോട്ട് കൂട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണിത്. ഇതിനോടൊപ്പം ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ലഭിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസ്പ്ലേ നമ്മുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ബോക്സിനുള്ളിൽ ഇത്ര ആക്സസറീസേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മളുടെ മെയിൻ യൂണിറ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ പവർ ബട്ടൺ എവിടെ നൽകിയിരിക്കുന്നത് നോക്കാം. ഏറ്റവും മുകളിലായിട്ടാണ് പവർ ബട്ടൺ നൽകിയിരിക്കുന്നത്. ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺ ഓഫ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ബോട്ടം സൈഡിലായിട്ട് സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. 2 സൈഡിലും സ്പീക്കർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ടോപ്പിലും സ്പീക്കർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഒരു സ്പീക്കറോ 2 സ്പീക്കറോ കാണത്തുള്ളൂ. പക്ഷേ 2 സൈഡിലും അതിന്റെ വെന്റ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സിസ്റ്റത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് കുറെ പോർട്ട്സ് നൽകിയിട്ടുണ്ട്. ഒരു 3.5 mm പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട്. അതിന്റെ താഴെയായിട്ട് ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു പോർട്ട് ഉണ്ട്. മെമ്മറി കാർഡ് ഓൾറെഡി ഇട്ടാണ് വരുന്നത്. 64 GB ഒരു മെമ്മറി കാർഡ് ഇതിന്റെ അകത്തുണ്ട്. നമ്മൾ വേറെ മെമ്മറി കാർഡ് വാങ്ങാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ ഒരു ഓഡിയോ വീഡിയോ ഇൻ പോർട്ട് കൂടെ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് Type C ചാർജിംഗ് പോർട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിസ്റ്റത്തിൽ Type C അല്ലായിരുന്നു. പക്ഷേ ഇതിൽ Type C ചാർജിംഗ് പോർട്ട് നൽകിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. പക്ഷേ ഇതിലൊരു കാര്യം ഇവരുടെ യൂസർ മാനുവലിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് പിടിച്ച് തിരിച്ച് പണിത് കഴിഞ്ഞാൽ ചിലപ്പം ഇതിനകത്തുള്ള കണക്ഷൻ ഡിസ്കണക്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ക്യാമറ സെറ്റപ്പ് റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാവൂ എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ഇങ്ങനെ പൊക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ഡാഷ്ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡ് റെക്കോർഡ് ആവും. അതിനോടൊപ്പം തന്നെ നമുക്ക് കാറിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഈ ക്യാമറ ഇങ്ങനെ തിരിച്ചങ്ങോട്ട് വെച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ക്യാമറ ഇതിനുള്ളിൽ നിന്ന് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യുക മാത്രമല്ല ക്യാമറയുടെ പൊസിഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 9.3 ഇഞ്ചിന്റെ HD IPS ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ്
പ്രൊഡക്റ്റ് ആണ്. അപ്പം നമുക്കിതൊന്ന് കാറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ഇതിന്റെ ഫീച്ചേഴ്സ്, ഇതിനകത്ത് എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഞാനിത് എന്റെ കാറിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാൻ എന്റെ കാറിൽ ഈ ഒരു ഡിസ്പ്ലേ ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിംഗ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഞാൻ കാണിച്ച ആ 2 ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സുകളൊക്കെ ഒന്ന് നോക്കാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴെയുള്ളത് ക്യാമറ സെറ്റിംഗ് ആണ്. ഇപ്പൊ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്യാമറകളായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് ഫ്രണ്ട് ക്യാമറയാണ്, ഇത് ബാക്ക് ക്യാമറയാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് 2 ക്യാമറ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്ത് ക്യാമറകൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ബാർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോകാനൊക്കെയുള്ള ഓപ്ഷൻ, അതേപോലെ തന്നെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ക്രീൻ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്ക്രീന് ഇതേപോലെ ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനോടൊപ്പം ഓഡിയോയും റെക്കോർഡ് ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ റെക്കോർഡിംഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി വീഡിയോ സെക്ഷനിൽ മറ്റൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് കാണിച്ചതുപോലെ ഈ ഒരു ക്യാമറ നമുക്ക് ഇങ്ങനെ തിരിച്ചു വെച്ച് നമ്മളുടെ കാറിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൂടെ നമുക്ക് ഇതേപോലെ കാണാനായിട്ട് സാധിക്കും. ഒരു ക്യാമറയുടെ ആ ഒരു പൊസിഷൻ ഈ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും കാറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് ഇത് തിരിച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ക്യാമറയുടെ പൊസിഷൻ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ വണ്ടിയുടെ ബോണറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്, അത് കാണാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാം. നമുക്ക് ഏത് രീതിയിലാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ക്യാമറ ആ രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഹോം സ്ക്രീനിൽ കുറെ ആപ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് കാർപ്ലേ ആണ്, രണ്ടാമത്തെ ആൻഡ്രോയിഡ് ഓട്ടോ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഞാനിത് കൺഫേമിൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം എന്റെ ഫോണിന്റെ ബ്ലൂടൂത്ത് സെക്ഷൻ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ കാർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കണക്ട് ചെയ്ത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് സമയത്ത് നമ്മൾ ഈ ഒരു ഫോണുമായിട്ട് ഈ ഒരു ഡിവൈസിന്റെ അടുത്ത് വന്നാലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കണക്ട് ആയിക്കോളും. ഇപ്പം ആൻഡ്രോയിഡ് ഓട്ടോയുമായിട്ട് ഇത് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയപ്പോൾ തന്നെ ഗൂഗിൾ മാപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ 3 വിൻഡോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് ക്യാമറ, അതേപോലെ ഗൂഗിൾ മാപ്പ്, പിന്നെ ഇവിടെ മ്യൂസിക് ഞാൻ പ്ലേ ചെയ്തിരുന്നത് ആ മ്യൂസിക്കിന്റെ ഒരു വിൻഡോ. ഈ 3 കാര്യങ്ങൾ ഒരേ സ്ക്രീനിലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ബട്ടൺ നൽകിയിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോം സ്ക്രീനിലേക്ക് പോകാൻ സാധിക്കും. അതേപോലെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ള സെക്ഷനിലേക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ പോവാം. ഇവിടെ മാനുവൽ ആണ് ഞാൻ ഇവിടെ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. നോക്കാം, ഇവിടെ ഞാൻ ഇവിടെ മാനുവൽ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കോളാം, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വെളിയിലെ ലൈറ്റിന്റെ അനുസരിച്ച് ഇതിന്റെ ബ്രൈറ്റ്നസ് സെറ്റ് ആവും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഭയങ്കര യൂസ്ഫുൾ ആവും. ഇനി ഈ ബട്ടണിൽ മറ്റെന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ടെന്ന് നോക്കാം. ഇത് നമ്മുടെ ക്യാമറ ഓപ്പൺ ആക്കാനുള്ള സെറ്റിംഗ്സ്, ഇത് ഹോം പേജിലേക്ക് പോകാനുള്ള സെറ്റിംഗ്സ്. ഇത്രയും സെറ്റിംഗ്സ് ആണ് ആ ഒരു ബട്ടണിൽ കിട്ടുന്നത്. ഇപ്പം ആൻഡ്രോയിഡ് ഓട്ടോ ഓപ്പൺ ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുക. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആപ്സ് ഏതൊക്കെയാണ് അത് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടുന്ന് ഓരോ ആപ്സ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് 3 സ്ക്രീനായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 സ്ക്രീനായിട്ട് ഇതേപോലെ മാറ്റാനും സാധിക്കുന്നതാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് സത്യത്തിൽ ഈ ഒരു കൺസോളിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സെറ്റിംഗ്സിലേക്ക് വരാം. കുറെ അധികം ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സ്ക്രീൻ സേവർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്ക്രീൻ ഓട്ടോമാറ്റിക് ആയിട്ട് 30 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ ഓഫ് ആവും. ഞാൻ അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ലെഫ്റ്റ് ഓർ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണോ എന്നുള്ള കാര്യം ഇവിടെ നിന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. സ്പ്ലിറ്റ് സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഫുൾ സ്ക്രീൻ മോഡ് ഉണ്ട്, അതേപോലെ ഇതേപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ മോഡും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സിസ്റ്റത്തിന്റെ കണക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിയർ കണക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കണക്ഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാമറയുടെ സെറ്റിംഗ്സിലേക്ക് വരികയാണെങ്കിൽ കുറെ അധികം ഓപ്ഷൻസ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ക്യാമറ ഫോർമാറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. HD ഫുൾ HD ഫോർമാറ്റിലൊക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഫുൾ HD ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ റെക്കോർഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 720p തൊട്ട് 4K റെസൊല്യൂഷന് വരെ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഫുൾ HD ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റിവേഴ്സ് ലൈൻ കാലിബ്രേഷൻ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സ്റ്റാറ്റസ് അത് ഓൺ ആണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ലൈൻ കാലിബ്രേഷൻ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ സിസ്റ്റം സെറ്റിംഗ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടിപ്പ് സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ടിക് ടിക് എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ട്, അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് ഓൺ ഓഫ് ആക്കിയിടാം. പിന്നെ ഡേറ്റും ടൈമും നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ സ്റ്റോറേജ് ഇൻഫർമേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റോറേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എത്ര GB സ്റ്റോറേജ് ഫ്രീ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റും. നമ്മളിപ്പം 60 GB ഒരു മെമ്മറി കാർഡ് ആണല്ലോ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 58 GB ഇപ്പം ബാലൻസ് ഉണ്ട്. ഫാക്ടറി റീസെറ്റ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇവിടെ ഓഡിയോ ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഇതിൽ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സ്പീക്കർ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ
ഈ ഒരു ഡിവൈസിൽ ഇൻബിൽഡ് ആയിട്ടുള്ള സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൗണ്ട് ഇതിന്റെ സ്പീക്കറിന്റെ സൗണ്ടാണ്. ഇത് മാക്സിമം സൗണ്ട് ആണ്. ഇത്രയുമാണ് മാക്സിമം സൗണ്ടിൽ നമുക്ക് ഈ സ്പീക്കറിൽ കേൾക്കാനായിട്ട് സാധിക്കുക. അടുത്തത് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. ജസ്റ്റ് ബ്ലൂടൂത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ടും ഇതിൽ കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ FM ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഓക്സ് കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പാട്ടുകൾ കേൾക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഓക്സ് കേബിൾ ഒന്ന് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ ഓക്സ് കണക്ട് ചെയ്തു. ഹേ ഗൂഗിൾ ഓപ്പൺ വാട്സ്ആപ്പ്. ഹേ ഗൂഗിൾ ഓപ്പൺ ഗൂഗിൾ മാപ്പ്. അടുത്തൊരു ഫീച്ചറാണ് വൈഫൈ വീഡിയോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് ഈ സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആഡ് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ജസ്റ്റ് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണക്ട് വൈഫൈയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൈഫൈയുടെ ത്രൂ നമുക്ക് ഈ ഒരു ക്യാമറ ആപ്പ് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് വൈഫൈയുടെ ത്രൂ കണക്ട് ആയിട്ടുണ്ട്. ഇപ്പൊ കാർ ക്യാമറ ഫോണിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ ആപ്പിൽ ക്യാമറ ഫയൽ എന്നുള്ള സെറ്റിംഗ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുള്ള എല്ലാ ഫയലുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. വേണ്ടാത്ത ഫയലുകൾ ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഈ വൈഫൈ വീഡിയോ സെഷനിൽ സൂപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സൂപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വൈഫൈയുടെ ത്രൂ ഈ കാണുന്ന വൈഫൈയുടെ ത്രൂ കണക്ട് ചെയ്യണം. ഞാനിവിടെ ഈ ലിങ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് മിറർ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ഡിസ്പ്ലേയിലേക്ക് മിറർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഫോൺ മിറർ ചെയ്തുകൊണ്ട് യൂട്യൂബ് വീഡിയോസും മറ്റും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഈ ലിങ്ക് ആപ്പിനുള്ളിൽ ഓൺലൈൻ വീഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ കാണുന്ന ആപ്സ് ഒക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്ത് മിറർ ചെയ്ത് ഈ രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഇതേപോലെ ഇപ്പൊ ഇവിടെ യൂട്യൂബ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ആപ്പിന്റെ സഹായത്തോടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യൂട്യൂബോ അല്ലെങ്കിൽ ടിക്ടോക്കോ പ്രൈം വീഡിയോസ് ആമസോൺ പ്രൈം ഒക്കെ തന്നെ നമുക്ക് ഇതിലേക്ക് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ബാക്ക് ക്യാമറ ഞാൻ വെളിയിൽ കൊണ്ടുപോയിട്ടാണ് സെറ്റ് ചെയ്യിപ്പിച്ചത്. കാരണം ഇതിന്റെ ആ ഒരു കേബിൾ ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ബാക്ക് വരെ പോകേണ്ടതുകൊണ്ട് കുറച്ച് പണി ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്തില്ല. ബാക്കിയെല്ലാം തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. വാഹനത്തിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബൈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. കാർപ്പറേറ്റ് എന്ന് പറയുന്ന ഈ ബ്രാൻഡിന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് ഇടുക. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് നിങ്ങളുടെ കമന്റ് വളരെ യൂസ്ഫുൾ ആവും. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗട്ട്സും അഭിപ്രായങ്ങളും കമന്റുകളായിട്ട് അറിയിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് ഈ വീഡിയോ ഇവിടെ വരെ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ ഈ ചാനലിലൂടെ വീഡിയോ ആക്കി പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വീഡിയോകൾ ആദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണിലൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൃത്തിയാണ്. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.